പണ്ട് പാണവരമ്പത്തിലൂടെ. ഈ കാണുന്ന മുന്തിരിക്കള്ളാട്ടാ. പണ്ട് ചെറുപ്പത്തിലെ അപ്പത്തിന് വേണ്ടി ഷാപ്പിൽ പോയി മേടിക്കുമായിരുന്നു കള്ള്. അതിപ്പോ ആദ്യമായിട്ടൊന്ന് കുടിക്കാൻ പോവുക. കപ്പ, നല്ല വലിയ മീന്, ഒരു ഗ്ലാസ് മുന്തിരിക്കള്ള്. അതുകൊണ്ട് നമ്മളെ ചിറ്റപ്പൻ്റെ വന്നോണ്ട് അവിടെ ടിപ്പുണ്ട്. അപ്പം അവനെ വിളിച്ചോണ്ട് നമുക്ക് പോവാം. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ചേട്ടൻ, പിന്നെ അമ്മ, ഇത് ചിറ്റപ്പൻ്റെ മോൻ അശ്വൻ, ഇത്രയും പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു യാത്ര കുട്ടനാടിലേക്കാണ്. അതെ, കുട്ടനാടും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ലിനു എന്ന് പറഞ്ഞാൽ, അവൻ വരുന്നുണ്ട്. അവനെ പോയി വിളിക്കണം, അങ്ങോട്ടാണ് പോകുന്നത്. അതുള്ളു. പിന്നെ അമ്മ, പിന്നെ അശ്വിൻ, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുട്ടനാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ചേട്ടൻ ഇതിനു മുമ്പേ പോയിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്താണെങ്കിൽ തന്നെ നമ്മളങ്ങനെ എപ്പോഴും പോകുന്നില്ല, ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. പക്ഷേ അവിടെ കുറേ വയലും അടിപൊളി ബ്യൂട്ടിഫുള്ളാണ് പ്ലേസ് കാണാനൊക്കെ. പിന്നെ ഷാപ്പുണ്ട്, എല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. പിന്നെ കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി, അതുപോലെ തന്നെ കുട്ടനാട് ഷാപ്പിൽ പോയിട്ട് നമ്മളൊരു ഫുഡൊക്കെ കഴിക്കണം. അതൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ടിരിക്കുക. അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ നമ്മൾ മാക്സിമം കാണിക്കാൻ നോക്കും. അപ്പോൾ നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. കേസപ്പോൾ ഞങ്ങൾ 4 പേരല്ല, ഞങ്ങൾ 4 പേര് കൂടാതെ നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു വീഡിയോക്കകത്ത് നമ്മൾ കാർ ഡ്രൈവ് ചെയ്തത് മറ്റേ ലിനു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ആ ചേട്ടനും വരുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പം വിളിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇപ്പം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടാണ് പോകുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ചേട്ടനും കാർ ഓടിക്കും, ലിനു എന്ന് പറഞ്ഞ ചേട്ടനും ഓടിക്കും. അപ്പോൾ 2 പേരും കൂടെ മാറി മാറി ഓടിക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. വേറെ ഇനി അങ്ങോട്ട് പോകും. പിന്നെ നീ ഇന്നു മുമ്പേ പോയിട്ടുണ്ട് കുട്ടനാട്? ഇല്ല, ആദ്യമായിട്ടാണോ? ആണോ? അമ്മ ആദ്യമായിട്ടല്ലേ? ആ, ഈ കൂട്ടത്തിൽ ചേട്ടൻ മാത്രമേ പോയിട്ടുള്ളൂ അല്ലേ? വലിയ ദൂരം അടുത്ത് തന്നെ നമുക്ക് ചുറ്റുളങ്ങര താമസിച്ച് നമുക്ക് ഏറ്റവും എളുപ്പം പോകാൻ പറ്റും. ഹരിപ്പാട് കഴിഞ്ഞാൽ പിന്നെ എടത്തുവ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റും, എളുപ്പമാണ്. പക്ഷേ അവിടെ ഷാപ്പ് അങ്ങനെയൊക്കെ ഉള്ളു, അല്ലാതെ വേറെ ഒന്നുമില്ല കാണാനായിട്ട്. പിന്നെ കുറേ വയലും കൃഷിയും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം, നല്ല അടിപൊളിയാണ്. ഫാമിലീസായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സൂപ്പർ പ്ലേസ്. വീട്ടിലിരിക്കുമല്ലയോ, ഞായറാഴ്ച ആയിട്ടൊരു ചെറിയൊരു അടിച്ചു പൊളിക്കാൻ പോവാ കുട്ടനാട്. എൻ്റെ അശ്വിനുണ്ട്. ഇപ്പോൾ വേണ്ട ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ വീടിക്കകത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീടിക്കകത്തും ചേട്ടനുണ്ട്. നമ്മൾ എല്ലാവരും കൂടെയാണ് കുട്ടനാട്ടിലേക്ക് പോകുന്നത്. പൊളിക്കുമല്ലേ? 3 പേരും കൂടെ ബാക്ക് ചെയ്യും. ഇപ്പം ഞാനും ചേട്ടനും ഫ്രണ്ടില്. 3:30 എത്രയായി? 3:30. അശ്വിന് വിശന്ന് ശരിയാക്കണം. അവിടെ മനുഷ്യല്ലേ ഉള്ളേ. എട്ട് ലിറ്റർ പെട്രോൾ. എന്താ ഹേ ഗായ്സ്, അപ്പോൾ ഇത്രയും നേരം നല്ലൊരു കാലാവസ്ഥയായിരുന്നു, ഒരു വെയിലോട് കൂടിയായി. ഇപ്പം തന്നെ കാലാവസ്ഥയൊക്കെ മാറി, മഴ പെയ്യാൻ തുടങ്ങി, ചെറുതായിട്ട് ചാറുന്നുണ്ടല്ലേ. നമ്മളിപ്പം ഹൈവേ പിടിച്ച് നേരെ പോവാണ്. അമ്പലപ്പുഴ എത്തിയില്ല, അമ്പലപ്പുഴ നേരെ സ്ട്രെയിറ്റ് പിടിക്കണം നമ്മൾ.
ആംബിയൻസ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുവാണെങ്കിൽ കൂടിയായിരിക്കും അല്ലേ അമ്മ? നമ്മൾ ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കാതെ നേരം ഈ ഒരു മഴ ചുറ്റിനും നൈസ് ആയിരിക്കും അല്ലേ? എന്താ പറയുന്നത്? ഒളിച്ചിരിക്കുന്നത് എന്താ പറയുന്നത്? ഒന്നും പറയുന്നില്ല. നമ്മൾ ഇത്രയായിട്ട് ഊണൊന്നും കഴിച്ചില്ല കേട്ടാ. അവിടെ ചെന്നിട്ട് വേണം ഊണ് കഴിക്കാൻ. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു ഉച്ചയായിട്ട് നമ്മൾ ഇതുമായിട്ടൊന്നും കഴിക്കാതാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം കഴിക്കാൻ. അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ കുട്ടനാട്ടിലേക്ക് വരും. മനോഹരമായ വയൽപ്പാടങ്ങൾ, പിന്നെ ആഹാരപ്രിയരായ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ആഹാരം വിളമ്പുന്ന കുറേ ഷാപ്പുകൾ. ഇതാണ് കുട്ടനാടിൻ്റെ മനോഹരമായ ദൃശ്യം. കാണൂ നിങ്ങളിത് കാണൂ. നമ്മളിത് കാണും നേരം സൂപ്പർ. നെടുമുടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ വയൽ അടിപൊളിയാ. പണ്ട് പാണവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയും എടുത്ത് ബാക്കി പാട് അറിയില്ല. നടന്നൊരു കാല് തന്ന് ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കാരി വളയിട്ട് കൺമഷി കൊണ്ടുവരച്ച് വരച്ച് അറിയാമോ? പാട്ട് നോക്കണം, ബാക്കി അറിയാൻ നോക്കി. നമ്മളിപ്പോ പോകുന്ന വഴി എല്ലാം രണ്ട് സൈഡിലും ഇപ്പം വയലായിട്ടുണ്ട്. ഗേസ് അപ്പോൾ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലത്തെ പാടങ്ങളും കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ഒരു കുട്ടനാട് ഈ ഒരു ഭാഗത്തോട്ട് കയറുമ്പോൾ ആ ഒരു പാടത്തിന്റെ കാഴ്ച കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ അല്ലേ? വേണ്ടേ കേസ് രണ്ട് സൈഡിലും ഇപ്പം പാടവും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ നടുക്കൂടെ ഒരു കുഞ്ഞു റോഡ്. അതിലൂടെ നമ്മളുടെ ലിനുചേട്ടൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ അമ്മ, അശ്വിൻ, ചേട്ടൻ എല്ലാവരും ഉണ്ട്. ദ്വീപ് പോലല്ലേ മരം വന്ന് പറയാൻ. പണ്ടൊക്കെ ജന്മിമാര് കൈക്കലാക്കിയ സ്ഥലം ഇതൊക്കെ. അപ്പൊ അവരുടെ ഇന്ന് പിടിച്ചു കിട്ടിയപ്പോൾ ആൾക്കാർക്ക് കൊടുത്തു തരുന്നു. അവരൊന്നും ചെയ്യാൻ പോയില്ലായിരുന്നു. പക്ഷെ വെള്ളം കേറുന്ന റോഡ് വരെ വെള്ളമാണ്. സൂപ്പർ അല്ലേ? പൊളി. കാക്കണ്ടോ? മോഹൻലാൽ പറഞ്ഞ അങ്കം പോണം. പോയിട്ട് എത്തുന്നില്ല. കേട്ടണം. അടുത്ത സ്ഥലമുണ്ട്, കയറ്റാൻ പറ്റും. അടുത്ത സ്ഥലമില്ല നോക്കണം. അമ്മർക്കൊക്കെ എടുത്തോണ്ട് പോകണ്ടേ? അവിടെ ഇവിടെ അങ്ങോട്ടിട്ട് സ്ഥലമില്ലേ? ഗേസ് അപ്പോൾ ആ കാണുന്ന വയലാണ്. വയലിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മളെ കുട്ടനാടിൻ്റെ ഒരു ഷാപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ആണ് നിൽക്കുന്നത്. കേട്ടോ, വാ ഇറങ്ങ്. അപ്പോൾ നമ്മളങ്ങനെ ഷാപ്പിലെത്തിയിരിക്കുകയാണ്. എല്ലാം ഉണ്ട് ഇവിടെ. ഓർഡർ ചെയ്യണം നമ്മൾ. എനിക്ക് മാത്രമേ ഫുഡ് വരത്തുള്ളൂ. ഓർഡർ ചെയ്താലും ഫുഡ് വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇഷ്ടക്കണക്കിന് സാധനങ്ങളുണ്ട്. പല തരത്തിലെ മീനുകളുടെ ആണെങ്കിലും ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ അവർ കൊണ്ടുതരും അങ്ങോട്ട്. അല്ല അണ്ണാ? ഇതെന്തുവാ? മീൻ എന്തിൻ്റെ അലയാ? വറ്റയുടെ. ഗീസപ്പോൾ വറ്റയുടെ തല കണ്ടോ? എന്തോ വലിയ തലയല്ലേ? എന്തോ വലിയ തലയാ. ഇത്രയും വലിയ തലയൊന്നും നമ്മൾ കൂട്ടിയിട്ടേ ഇല്ല. ഇവിടെ കണ്ടോ ഇഷ്ടക്കണക്കിന് സാധനങ്ങളുണ്ട്. അതുപോലെ പല പല മീനിൻ്റെ ആണെങ്കിലും അങ്ങോട്ട് നിരത്തി വെച്ചേക്കണം. ഒരു നിരയായിട്ട് തന്നെ വെച്ചേക്കണം അല്ലേ അമ്മേ? നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതുപോലെ എഴുതി തരും. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം 8, അതുപോലെ എന്തുവാ എന്തൊക്കെയോ ഒന്ന് പന്നി ഫുള്ളൊന്ന്, പന്നി
പിന്നെ ചെമ്മീൻ, കൂന്തൽ, കോഴ, കപ്പ, വാള, പിന്നെ SPM മറ്റേ മുന്തിരിക്കളുണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷാപ്പിൻ്റെ മറ്റേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത്, അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ കണ്ടു ഒരു ഷീറ്റിട്ട ചെറിയൊരു ഹട്ട് പോലത്തെ സാധനം. ഹട്ടല്ല, മുളവെച്ചൊന്നും ഉണ്ടാക്കിയല്ല, ചുറ്റും ഷീറ്റിട്ട് മറച്ച് ആ ഒരു രീതിയാണ്. അപ്പോൾ ഇതിനകത്തിരുന്നാണ് നമുക്ക് കഴിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറേ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോവാമേ കഴിക്കാൻ പോവാം. ഇവിടെ റൂമുണ്ട്, അത് നമ്മൾ തിരക്കിയിരിക്കുക. അപ്പോൾ എല്ലായിടത്തും ആള് ഫില്ലായതുകൊണ്ട് അവർ ഇറങ്ങാൻ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു വൈബ് കിട്ടുന്നില്ല അല്ലേ. ഷാപ്പ് അത്രയ്ക്ക് ഒരു സെറ്റപ്പ് അല്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ആളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. കഴിക്കുന്ന റൂമാണ് അപ്പോൾ ചെറിയ. അപ്പോൾ അതെല്ലാം ഫില്ലായതുകൊണ്ട് നമുക്ക് ആൾക്കാർ ഇറങ്ങിയിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് അല്ലേ. നമ്മളിങ്ങനെ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടാണ് വന്നത്. അത്ര ഷാപ്പ് കാണാൻ അത്ര ഒരു ഗുമ്മില്ലേലും ഫുഡ് ഇവിടുത്തെ അടിപൊളിയാണ്. നമ്മൾ കഴിക്കാതെ തന്നെ പറയുന്നത് നമ്മൾ ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരും കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ റൂമിലും ഓരോ ആൾക്കാർ ഇങ്ങനെ ഫില്ലാവും. അപ്പോൾ അവർ ഇറങ്ങുന്നവരെ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. കേസ് അപ്പോൾ ഷാപ്പിൻ്റെ തൊട്ടിപ്പുറത്ത്, റോഡിൻ്റെ തൊട്ടപ്പുറത്ത് വയലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഷാപ്പ് ഇരിക്കുന്ന വയലിൻ്റെ ഇപ്പുറത്തെ മാറിയാണ്, റോഡിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഷാപ്പ് ഇരിക്കുന്നത്. കേസ് അപ്പോൾ നമുക്ക് ഫൈനലി ഒരു റൂം കിട്ടിയിരിക്കുകയാണ്, ഈ കാണുന്ന റൂം. കേസ് അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമുക്ക് റൂം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വേണ്ടേ ഞാൻ, ചേട്ടൻ, അമ്മ, വേണ്ടേ അശ്വിൻ. അപ്പോൾ എല്ലാവർക്കും ഇത്ര സീറ്റുണ്ട്. അപ്പോൾ ഇനിയും ഒരു 3 പേർക്ക് ഇരിക്കേണ്ട സീറ്റ് ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവർക്ക് പറ്റിയ റൂം തന്നെയാണ് ഇത്. പക്ഷെ ഇവിടെ ലൈറ്റ് കിട്ടുന്നില്ല, ഒരു വെട്ടം കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഫാനും ഒക്കെ ഉണ്ട്. മണ്ടയ്ക്ക് ഷീറ്റാണ്. അപ്പോൾ അപ്പം, പോർക്ക്, കപ്പ, മീൻകറി, അങ്ങനെ എല്ലാ ഐറ്റവും വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുവാണ് അല്ലേ അമ്മേ. അശ്വിനെ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിച്ചോളാം. എല്ലാവരും അടിച്ചേറി വാ. എല്ലാവർക്കും ഇന്ന് എൻ്റെ വക ചെലവ്. അപ്പോൾ എല്ലാ സാധനങ്ങളും വന്ന് മൊത്തം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം. അപ്പം എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുക അല്ലേ. എന്താ കഴിക്കുന്നത്? പൊറോട്ട അപ്പം അല്ലേ. അതിനും പൊറോട്ട അപ്പം പിന്നെ കറിയും എല്ലാം ഉണ്ട്. ഇത് 2 സൈസാണ്. ഇത് നമ്മളുടെ ചീനി. അപ്പോൾ ഇത് ചീനി എന്തോ കുഴച്ചത്. അതുകൊണ്ട് മീൻ കറിയും കൂട്ടി ഈ ചീനി ഒരു പിടി പിടിച്ച എൻ്റെ മോനെ സ്വർഗം. ഫ്രൈ ആണോ റോസ്റ്റാ? കൊള്ളാമോ? എന്തോ അത് കൊഞ്ച് ഇങ്ങോട്ട് വിട്ടേ അല്ല. ഇത് എന്തോ നീരാളിയാ? ഇതെന്താ? ഇത് മറ്റേ പന്നി റോസ്റ്റ്. ഒരു പിടി പിടിക്കട്ടെ എല്ലാം കൂടെ കൂട്ടി. ഏസപ്പോൾ നമ്മൾ കള്ളും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ. ഇത് നോർമൽ വീര്യം കുറഞ്ഞ കള്ള്. ഇതുണ്ടോ റോസ് കളർ ചെയ്യുന്ന മുന്തിരി കള്ള്. ഇതൊക്കെ കുടിച്ചെന്നൊന്ന് ഫിറ്റായിട്ട് ഇരിക്കാം. ഈ കാണുന്ന മുന്തിരി കള്ള കേട്ടാ. അമ്മ കുടിക്കും അമ്മ? ആദ്യമായിട്ട് കുടിക്കാൻ പോവാ, ടേസ്റ്റ് ചെയ്യാൻ പോവാ. ആണോ? ഇതല്ലേ എന്നാ അമ്മയെ കൊണ്ട് നമ്മൾ കുടിപ്പിക്കും. നമ്മളെ അപ്പത്തിനൊക്കെ വേണ്ടി ഷാപ്പിൽ പോയി മേടിക്കുമായിരുന്നു കള്ള്. അല്ല ഇപ്പൊ ആദ്യമായിട്ടൊന്ന് കുടിക്കാൻ പോവാ. മുന്തിരി കള്ളൂടെ ഇത് ഇപ്പോഴേ ആകാവുള്ളൂ, ഇനിയൊന്നും കുടിക്കരുത്, കാണാതൊന്നും കുടിക്കരുത്. ആ കേട്ടോ മോനെ. നമ്മൾ ഒരു ഗ്ലാസ് മുന്തിരിക്കള്ളി ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ ആദ്യമായിട്ട് ഇത് കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കുടിക്ക് എങ്ങനുണ്ട്? കൊള്ളാമോ? മുന്തിരിയുടെ ഒരു നല്ല ടേസ്റ്റ്. അവസാനം ഇതൊക്കെ കുടിച്ച് ആടി നടക്കല്ലേ. വീര്യം കുറഞ്ഞതാട്ടോ, കുഴപ്പമില്ല. കപ്പ, നല്ല വലിയ മീന്,
ഒരു ഗ്ലാസ് മുന്തിരിക്കള്ള്. ആഹാ, ഇത് ഫിറ്റാവുന്നൊന്നുമല്ല, വീര്യം കുറഞ്ഞതാ. ആണുങ്ങൾക്ക് മാത്രമല്ലല്ലോ, പെണ്ണുങ്ങൾക്കും കുടിക്കാം കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ മുന്തിരിക്കള്ള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കൊള്ളാം, പൊളി സാധനം. പിന്നെ ഉണ്ട് ഇവർ രണ്ടുപേരും നമ്മളെ കള്ള് കുടിക്കുന്നില്ല. ആണ് ഇവർ ഡ്രൈവേഴ്സാണ് അല്ലേ. കാർ ഓടിക്കൊണ്ടുകൊണ്ട് ഇവർക്ക് നമ്മൾ കള്ള് കൊടുക്കുന്നില്ല. പിന്നെ ഉണ്ട് അശ്വിൻ, അമ്മ, ഞാൻ കള്ള് കുടിച്ച് പൊളി സാധനം. വലിയ വീര്യമൊന്നുമില്ല, എന്നാലും കുടിക്കാം. നൈസ് സാധനമാണ്. ഞാൻ എന്താ പറയുക ഇത് കുടിച്ചത്, മുന്തിരിയുടെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ മരിക്കുന്ന മുമ്പ് എല്ലാ ടേസ്റ്റും അറിയണം. എൻജോയ്. നമ്മൾ വാങ്ങിച്ച ഐറ്റം എല്ലാം അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിച്ച് നമ്മൾ വയറിനകത്താക്കി. അശ്വിനെ, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടോ? കൊള്ളാമാ? അമ്മ എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടാ? പൊളിയല്ലേ? അങ്ങനെ ഉണ്ട്? നൈസല്ലേ? അങ്ങനെ ഉണ്ട്? ഗേസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഷാപ്പ്. അതിൻ്റെ തൊട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കാണുന്ന അതിമനോഹരമായ നെൽപ്പാടം. അതുകൊണ്ട് കള്ള് നമ്മളെ ആറ്റുമുഖം. പ്രത്യേകിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അല്ലേ അമ്മേ? നമ്മളിത് പ്രൊമോട്ടൊന്നും ചെയ്തതല്ല, പിന്നെ ലൈഫാകുമ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡും നമ്മൾ ഒരുപാട് കഴിച്ചിട്ടില്ല, 1-2 ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ. അത് വലിയ വീര്യമില്ലാത്ത സാധനം തന്നെയാണ്. അപ്പം അതെ, നമ്മളുടെ അവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു കിടിലൊരു കാറ്റ് നമ്മളെ മുഖത്തേക്ക് വീശുന്നുണ്ട്. അതിമനോഹരം. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ദാണ്ടേ അശ്വിൻ ദാണ്ട് ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല. ആണോ? അപ്പോൾ അശ്വിൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മയുണ്ട്. അതുകൊണ്ട് അവരവിടെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അല്ലേ അമ്മേ? അപ്പോൾ ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.